അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് മകനുണ്ടാകും, കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ നമ്മളെ രോഗങ്ങൾ ശിഫയാകും, രോഗങ്ങൾ മാറും. ഇനി പേടിയെ തൊട്ടുള്ള രക്ഷ ഉണ്ടാകും. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണ് ആണെങ്കിൽ അവർക്കൊരു ഭർത്താവ് ഉണ്ടാകും, ഇണയുണ്ടാകും, തുണയുണ്ടാകും. ഇതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഒരു സ്വപ്നം അത് പല രീതിയിലും കാണുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് 3 രീതിയിൽ നമ്മൾ പറഞ്ഞത്. അതായത് മക്കളുണ്ടാകും, രോഗം മാറും, രോഗം ശിഫയാകും എന്നുള്ളതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. പിന്നെ വേറൊരാൾ കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് പേടിയെ തൊട്ടുള്ള വ്യാഖ്യാനം പറഞ്ഞത്. പിന്നെ മറ്റൊരാൾ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമാണ് ഭർത്താവ് ഉണ്ടാകും, ഒരു ഇണയെ കിട്ടും എന്ന് പറഞ്ഞത്, തുണയെ കിട്ടും എന്ന് പറഞ്ഞത്. ഇതാരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാം. ഇപ്പം എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നൊരു ഒന്നാണ് പാദസരം എന്നുള്ളത്. ഈ പാദസരത്തിന് നല്ലൊരു വ്യാഖ്യാനമാണ് വ്യാഖ്യാതാക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു മഹാനായ അലിൽ കുത്തുബി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 113 പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഒരാൾ പാദസരം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മകൻ എന്നാണ്, കുട്ടികൾ എന്നാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവും എന്നാണ്. മറ്റൊരു വ്യാഖ്യാനമായിട്ട് രോഗം മാറും, രോഗം ശിഫയാകും എന്നും ഉണ്ട് ഇതിന് വ്യാഖ്യാനം പാദസരത്തിന്. ഇനി പാദസരം ഒരു സ്ത്രീയാണ് സ്വപ്നം കാണുന്നതെങ്കിലോ അതിൻ്റെ വ്യാഖ്യാനം പേടിയെ തൊട്ടുള്ള രക്ഷയുണ്ടാകും എന്നാണ്. പേടിയുള്ള സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് പേടിയെ തൊട്ടുന്നുണ്ടാകും, രക്ഷയുണ്ടാകും. ഇനി ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടാകും, തുണയെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ പാദസരം തന്നെ 3 രൂപത്തിൽ 3 ആളുകൾ കാണുന്നതായിട്ട് നമ്മൾ പുരുഷൻ കണ്ടാൽ, സ്ത്രീ കണ്ടാൽ, ഇനി ഭർത്താവില്ലാത്ത സ്ത്രീ കണ്ടാൽ എന്നിങ്ങനെ 3 രൂപത്തിൽ നമ്മൾ പറഞ്ഞു. 3 രൂപത്തിലും നല്ല വ്യാഖ്യാനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.